ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ എൻ്റെ പാർട്ടിയാണ് നല്ലത്, നിൻ്റെ പാർട്ടിയാണ് നല്ലത് പറഞ്ഞിട്ട് അടി കൂടെ കുറേ മണ്ടന്മാരുണ്ട്. അവർക്ക് ഈ കാര്യം മനസ്സിലാവില്ല. ഏത് പാർട്ടി ആയിക്കോട്ടെ, അതിപ്പോൾ ലെഫ്റ്റ് വിങ്ങിലുള്ള പാർട്ടി, റൈറ്റ്, എന്ത് ഐഡിയോളജി ആണെങ്കിലും ഇതൊക്കെ നമ്മളെ ഒന്നിപ്പിക്കരുത്, നമ്മളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ഓരോ കാര്യങ്ങളാണ്. ആര് ഭരണത്തിൽ വന്നാലും അവരുടെ കാര്യം നോക്കുന്നല്ലാണ്ട് നമുക്ക് നല്ലതോ അല്ലെങ്കിൽ അഴിമതി ഇല്ലാത്ത ഒരു ഭരണമോ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഏത് പാർട്ടി വന്നാലും അവരുടെ തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിതൊക്കെ കണ്ടിട്ടോ എൻ്റെ പാർട്ടിയൊന്നും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ചിട്ട് വെറുതെ മണ്ടന്മാരായിക്കൊണ്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ 2 വീഡിയോ മുകളിൽ നമ്മുടെ ജന്തർ മന്ദർ ഡൽഹിയിൽ നടന്നതാണ്, അടിയിൽ ജാർഖണ്ഡിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റാണ്. മുകളിലത്തെ പ്രൊട്ടസ്റ്റ് നീറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അടിയത്തെ പ്രൊട്ടസ്റ്റ് JPSC എന്ന് പറഞ്ഞാൽ നമ്മുടെ PSC ഒക്കെ പോലത്തെ ഈ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിൽ ഫുൾ അഴിമതിയും പേപ്പർ ലീക്കും കള്ളക്കളിയും പൈസ വാങ്ങിച്ചുള്ള അപ്പോയിൻമെൻറ്റും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് മൊത്തം ഇവിടെ താഴെ നടക്കുന്നത്. അപ്പോൾ മേലെയും പിള്ളേർക്ക് അടി കിട്ടുന്നു, താഴെയും പിള്ളേർക്ക് ലാത്തി ചാർജ് കിട്ടുന്നു. ഇത് തന്നെ, ഇതിപ്പോൾ ഏത് പാർട്ടി, മുകളിലിപ്പോൾ BJP ആണെങ്കിൽ അടിയിലിപ്പോൾ കോൺഗ്രസ് ആണ്. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഡൽഹിയിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ആരോട് ചോദിച്ചിട്ട് പെർമിഷൻ ഉണ്ടോ നിങ്ങൾക്ക് പ്രൊട്ടസ്റ്റ് നടത്താൻ, പാർലമെന്റിലേക്ക് അങ്ങനെ മാർച്ച് നടത്തിയാൽ അടി കിട്ടും, ലാത്തി ചാർജ് കിട്ടും എന്ന് പറഞ്ഞവന്മാർ തന്നെ ഇപ്പോൾ വന്നിട്ട് ജാർഖണ്ഡിൽ അവരുടെ അസംബ്ലി മന്ദിരത്തിലേക്ക് നടന്ന മാർച്ചാണിത്. അപ്പോൾ അതിൽ ഇവർക്ക് എത്ര ധൈര്യമുണ്ട് കുട്ടികളെ തല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഏത് സമയവും അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ അതിനെക്കുറിച്ച് അക്കൗണ്ടബിലിറ്റി എന്ന വാക്ക് അവർ മറന്നതാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നേ ഇല്ല. പിന്നെ വേറെ കുറേ ടീംസ് ഉണ്ടായിരുന്നു. എന്താ അത്, ഇത്രയും പേര് നീറ്റ് എഴുതിയിട്ടാണോ ഈ ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, നീറ്റിൻ്റെ ഫുൾ ഫോം അറിയുമോ എന്നൊക്കെ ചോദിച്ച കുറേ ടീംസ് ഉണ്ടായിരുന്നു. അവർ തന്നെ ഇപ്പോൾ വേറെ ഈ ബംഗാളിൽ നിന്ന് കുറേ ബംഗാളികളെ ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന അതിൻ്റെ അവർ തന്നെ പറയുന്നുണ്ട് JPSC അതെന്ത് സാധനം, ഞങ്ങളെ പ്രൊട്ടസ്റ്റിന് വിളിച്ചു, പൈസ തരാതെ പറഞ്ഞു, ഞങ്ങളിതാ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഒരേ ആൾക്കാർ തന്നെ. പിന്നെ ഡൽഹിയിൽ പോലീസിനെതിരെ കല്ലെറിഞ്ഞപ്പോൾ എത്ര ധൈര്യമുണ്ട് പോലീസിന് നേരെ കല്ലെറിയാൻ, പോലീസിനെ കല്ലെറിയുമ്പോൾ പോലീസ് മിണ്ടാതിരിക്കണോ എന്ന് ചോദിച്ചവന്മാരുണ്ട്. അവരാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇത് ജാർഖണ്ഡിൽ നിന്നുള്ള ഫുട്ടേജാണ്. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്ക് പിന്നെ ഉളുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ കുറ്റം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഒരു മണിക്കൂർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പക്ഷെ അതല്ല, നമ്മളാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരു ഡെമോക്രസി ആണെങ്കിൽ നമുക്ക് ആരാണ് നല്ലത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് ഞാൻ ഇന്ന പാർട്ടിൻ്റെ ആളാണ്, ഈ പാർട്ടിക്കെതിരെ എന്ത് പറഞ്ഞാലും ഞാൻ അതിനെ തടുക്കും, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, ദാറ്റ് ഈസ് സ്ലേവ് മെൻറ്റാലിറ്റി. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതൊരു ഡെമോക്രസി അല്ലേ. ആരാണ് നല്ലത് ചെയ്യുന്നത് അവരുടെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് ഒരു പാർട്ടിയോട് താല്പര്യം ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ ആദ്യം ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് നിങ്ങളായിരിക്കണം. നിങ്ങളാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്, അതായിരിക്കണം ഡെമോക്രസി. ഇപ്പോൾ പിന്നെ അതൊന്നുമല്ല, ഞാൻ ഇന്ന പാർട്ടിൻ്റെ ആളാണ്, അപ്പോൾ പിന്നെ ആ പാർട്ടി എന്ത് പറഞ്ഞാലും എന്ത് തോന്നിവാസം ചെയ്താലും ഞാൻ അതിന് ന്യായീകരിച്ചോളാം, ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവരെന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ദാറ്റ് ഈസ് റോങ് ആക്ച്വലി.